Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. സർവീസിൽ നിന്ന് വിരമിച്ച പോലീസുകാരും അവരുടെ കുടുംബാംഗങ്ങളും കാലടിയിൽ ഒത്തുചേർന്നു. പ്രവർത്തന മികവ് തെളിയിച്ചവരെയും പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. പതിറ്റാണ്ടുകളോളം പോലീസ് സേനയിൽ പ്രവർത്തിച്ച ശേഷം വിരമിച്ചവരുടെ സംഘടനയാണ് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. സംഘടനയുടെ കാലടി യൂണിറ്റിന്റെ കുടുംബസംഗമമാണ് സെന്റ് ജോർജ് പള്ളി പാരിഷ് ഹാളിൽ നടന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് റിട്ടയർഡ് IPS ടോമി സെബാസ്റ്റ്യൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ പണ്ട് പോലീസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അവരവരുടെ ജില്ലയിൽ ഒരിക്കലും പോസ്റ്റ് ചെയ്യില്ല. കേരളത്തിന് അങ്ങേറ്റം ഇങ്ങേറ്റം പല പല ജില്ലകളിലാണെന്ന് എല്ലാവരെയും പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ കുടുംബമായിട്ട് ആരും ബന്ധമില്ല, മക്കളുമായിട്ട് ബന്ധമില്ല. അപ്പോൾ എല്ലാവരുടെയും മിക്കവരുടെയും മക്കളൊക്കെ തന്നെ അവർക്ക് നല്ല വിദ്യാഭ്യാസം, അതായത് അച്ഛൻ അവിടെ ഇല്ലെങ്കിൽ വരുമാനമായിട്ടുള്ള അച്ഛൻ അത് നോക്കാൻ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ പല പിള്ളേരും നല്ല രീതിയിൽ പോയവരുണ്ട്, നല്ല ഒത്തിരി പേര് മോശമായ രീതിയിൽ പോയ സംഭവങ്ങൾ നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. ചില ഗുണ്ടായുസത്തിലൊക്കെ പോയ ആൾക്കാരെ നമുക്കറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് എറണാകുളം സിറ്റിയിൽ പണ്ട് 18 കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടായത്. അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടാ സംഘമാണ് 18 കമ്പനി. അതിൽ 18 അര എന്ന് പറയുന്നത് ഏശയുടെ മാന അന്ന് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ പലരും ഇപ്പോൾ എല്ലാവരും നല്ല മരിച്ചു പോയി, പോലൊന്നും ഇല്ല, സജീവമല്ല. അതുപോലെ അതൊരു കാലമായിരുന്നു. അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ സംഭവിച്ച് എല്ലാവരെയും അവരവരുടെ ജില്ലകളിൽ അവരുടെ കുടുംബത്തോടൊപ്പം താമസിച്ച് ജോലി ചെയ്യാനുള്ള ഒരു അവസരം പിന്നീടുണ്ടായി. അത് പോലീസ് അസോസിയേഷൻ്റെയും ഓഫീസേഴ്സ് അസോസിയേഷൻ്റെയും ഒക്കെ നിരന്തരമായ ശ്രമത്തിൻ്റെയൊക്കെ ഫലമായി അന്നത്തെ ഗവൺമെൻറ് അതിന് സമ്മതിക്കുകയും അതാത് ജില്ലകളിൽ പോസ്റ്റ് ചെയ്യുകയും നമ്മുടെ യൂണിഫോമൊക്കെ മാറ്റി ചില അന്തസ്സുള്ളൊരു യൂണിഫോം ആവുകയും ഒക്കെ അങ്ങനെ നടക്കുകയുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ അതുകൊണ്ടുള്ള വളരെയേറെ ഗുണം. അത് ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥ, പണ്ടൊക്കെ ആദ്യ കാലത്തൊക്കെ ഉള്ളൊരു പോലീസ്, ഞാനൊക്കെ സർവീസ് കയറിയപ്പോൾ ഉള്ള റിട്ടയർ ചെയ്യുന്ന പോലീസുകാരൊക്കെ പലരും എന്താ പറയുക, മിക്ക ഹെഡ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ASI ഒക്കെ ആയിട്ടാണ് പലരും റിട്ടയർ ചെയ്യുന്നത്. വളരെ ദുഃഖത്തോടു കൂടിയാണ് ആ സെൻഡ് ഓഫ് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തും നമുക്കും അങ്ങനെയാണ്. കാരണം അവരുടെ മക്കളൊന്നും ആയിട്ടില്ല ആ കാലഘട്ടങ്ങളിൽ. ഇപ്പോൾ നേരെ തിരിച്ചാണ്, പലരും റിട്ടയർ ചെയ്യുമ്പോൾ ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് പോകണേ. ഇനി വീട്ടിൽ പോയി മക്കളുടെ കരുതിരിക്കാലോ. എല്ലാവരും അത്യാവശ്യം മക്കളൊക്കെ നല്ല ജീവിതത്തിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, പല ഇതുപോലെ നമ്മുടെ സജീവനെ പോലെയുള്ള പൊതുപ്രവർത്തനത്തിലുള്ളവരുണ്ട്, അങ്ങനെ പല പല മേഖലയിൽ ബിസിനസ്സുകാരുണ്ട്. അങ്ങനെ നല്ല നല്ല നിലയിൽ നമ്മുടെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾ ഉണ്ട് എന്നുള്ളത് വളരെ നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. അത് ആ കാലഘട്ടത്തിലുള്ള ഒരു മാറ്റം വന്നതാണ്. അപ്പോൾ അതിന് ഈ പോലീസ് സംഘടന വളരെയധികം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഇപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ വീണ്ടും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സംഘടനയുടെ ആവശ്യകതയുണ്ട്. ഒന്നായിട്ട് നിന്നാൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയിട്ട് കാര്യങ്ങൾ നടത്താൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഒന്നായിട്ട് നിന്ന് ഇപ്പോൾ നമ്മുടെ കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്നൊരു സംഘടന നേരത്തെ പറഞ്ഞാൽ 2011 സംസ്ഥാന അടിസ്ഥാനത്തിൽ തുടങ്ങുകയും വീണ്ടും 2015 നമ്മളിവിടെ ഈ ജില്ലയിൽ തുടങ്ങി നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. യൂണിറ്റ് പ്രസിഡന്റ് KP പോൾ അധ്യക്ഷനായിരുന്നു. DYSP VS നവാസ് മുഖ്യപ്രഭാഷണം നടത്തി. പൊതുരംഗത്തെ മികച്ച പ്രവർത്തനത്തിന് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും കാലടി പഞ്ചായത്ത് ടൗൺ വാർഡ് മെമ്പറുമായ PB സജീവിനെ ചടങ്ങിൽ ആദരിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവർക്കും ഉപഹാരങ്ങൾ നൽകി. റിട്ടയർഡ് ഡെപ്യൂട്ടി SP TK തോമസ്, റിട്ടയർഡ് DYSP KP ജോസ്, കാലടി പോലീസ് സബ് ഇൻസ്പെക്ടർ അഭിജിത്ത്, അസോസിയേഷൻ ഭാരവാഹികളായ പോൾ ജോസഫ്, OK മൊയ്തീൻ കുഞ്ഞ്, സലീം, TR സലി, TC ആന്റണി, സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ മാത്യു കിലുക്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമുക്കറിയാം, വെറുപ്പിൻ്റെ വിതരണം
ഒരു ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച ചരിത്രം ലോകത്തിനുണ്ടല്ലോ. രണ്ടാം ലോകമഹായുദ്ധം. അതിൻ്റെ മുഖ്യാസൂത്രകൻ ഹിറ്റ്ലർ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് മീൻ കാഫ് എന്നാണ്. നോർമൻ കസിൻസ് എന്ന് പറയുന്ന ഒരു വിശ്രുത സാഹിത്യകാരൻ വെറുപ്പ് വിതരണം ചെയ്യുന്ന ആ പുസ്തകത്തെ സംബന്ധിച്ചെഴുതിയ 3 വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. മീൻ കാഫിൻ്റെ ഓരോ വാക്കും, മീൻ കാഫ് എന്ന ഹിറ്റ്ലറുടെ ആത്മകഥയിലെ ഓരോ വാക്കും ഈ ഭൂമിയിൽ നഷ്ടപ്പെടുത്തിയത് 125 ജീവിതങ്ങളെയാണ്. ഓരോ വാക്കും, ഓരോ പേജും 47,000 മരണങ്ങളെ ഉറപ്പാക്കി. ഓരോ അധ്യായവും 12 ലക്ഷം പേരെ കൊന്നു തീർത്തു. 60 ലക്ഷം യഹൂദർ മാത്രം. ലോകം മുഴുവൻ ആ യുദ്ധക്കടലിൽ തീർന്നു പോയത് കോടിക്കണക്കിനാണ്. ഇപ്പോഴും എണ്ണം പൂർണ്ണമല്ല. എന്നിട്ടും ഇപ്പോഴും നമ്മൾ വെറുപ്പ് വിറ്റ് ജീവിക്കുകയാണ്. 2 വർഷമായി ബെത്ലഹേമിൽ ക്രിസ്മസ് ഇല്ല. ഗാസ യുദ്ധം തുടരുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ശ്വാസോച്ഛ്വാസവും ദൈവത്തിന് വരദാനമെങ്കിൽ, ഓരോ ദിവസവും അവിടുത്തെ അത്ഭുതകരമായ സമ്മാനമെങ്കിൽ ജീവിതം മനോഹരമാക്കാൻ നമുക്ക് സാധിക്കണം. ഇനിയാണ് നിങ്ങൾ ജീവിതം ആഘോഷിക്കേണ്ടത്. അത് മറ്റുള്ളവരെ സ്നേഹിച്ചും സ്വീകരിച്ചും പരമാവധി പേരെ സുഹൃത്തുക്കളാക്കി എല്ലാവരെയും ഉൾക്കൊണ്ടും നമ്മിലേക്ക് ഉൾച്ചേർത്തും സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ വലയങ്ങളെ വികസിപ്പിച്ചും ആ ലോകങ്ങളെ വിപുലീകരിച്ചും ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ, കാലം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.